എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്ര ആവേശത്തിന്റെയും അത്ഭുതങ്ങളുടെയും ഒരു രാത്രിയാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. ഈ അംഗത്തിൽ ഇന്ത്യയും നമീബിയയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഡൽഹിയിലെ കൊടും തണുപ്പിനെ പോലും വകഞ്ഞുമാറ്റി സ്റ്റേഡിയം ക്രിക്കറ്റ് ജ്വരത്താൽ തിളച്ചുമറിയുകയായിരുന്നു. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഡൽഹിയിലെ ചെറിയ ബൗണ്ടറികൾ മുന്നിൽ കണ്ട് നമീബിയൻ ബൌളർമാർക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം പോലെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച നിമിഷം മുതൽ ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു. ഇന്ത്യൻ ഇന്നിംഗ്സിന് തിരികൊളുത്താൻ യുവതാരങ്ങളായ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ക്രീസിലെത്തിയപ്പോൾ ഗാലറിയിൽ ആവേശം അണപൊട്ടി. നമീബിയയുടെ വജ്രായുധമായ റൂബൻ ട്രംബൽമാൻ തന്റെ സ്വിംഗും പേസും കൊണ്ട് വിറപ്പിക്കാൻ നോക്കിയെങ്കിലും ആദ്യ ഓവറിൽ തന്നെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ പറന്ന അഭിഷേകിന്റെ വെടിയുണ്ട പോലൊരു ബൗണ്ടറി ഇന്ത്യൻ നയം എന്താണെന്ന് വ്യക്തമാക്കി. എന്നാൽ 4-ാം ഓവറിൽ ബെൻ ഷിക്കോങ്കോയുടെ ചതിക്കുഴിയിൽ ഇഷാൻ കിഷൻ വീണു. 15 പന്തിൽ 22 റൺസുമായി ഒരു പുൾ ഷോട്ടിന് ശ്രമിക്കവേ ഇഷാൻ പുറത്തായത് ഇന്ത്യയ്ക്ക് ആദ്യ പ്രഹരമായി. പക്ഷേ പിന്നീടാണ് ശരിക്കുള്ള വെടിക്കെട്ട് തുടങ്ങിയത്. ഇഷാനു പകരം ക്രീസിലെത്തിയ സഞ്ജു സാംസൺ അഭിഷേകിനൊപ്പം ചേർന്ന നമീബിയൻ ബൌളിംഗ് നിരയെ പിച്ചുചീന്തി. 8-ാം ഓവറിൽ പരിചയസമ്പന്നനായ സ്പിന്നർ ബെർണാഡ് ഷോൾട്ടിനെതിരെ അഭിഷേക് ശർമ്മ അഴിച്ചുവിട്ട തുടർച്ചയായ 3 ഗഗനചുംബികളായ സിക്സറുകൾ സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. വെറും 28 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച അഭിഷേക് 55 റൺസുമായി കളം നിറഞ്ഞു നിന്നു. 15 ഓവറിൽ 160 റൺസ് കടന്ന ഇന്ത്യയ്ക്കു വേണ്ടി സഞ്ജു സാംസൺ 30 പന്തിൽ 45 റൺസുമായി തിളങ്ങിയെങ്കിലും നിർഭാഗ്യവശാൽ പുറത്തായി. പിന്നീട് കണ്ടത് സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് ഷോയായിരുന്നു. 19-ാം ഓവറിൽ തിരിച്ചെത്തിയ ട്രംബൽമാനെതിരെ സൂര്യ തന്റെ മാന്ത്രിക സുപ്ല ഷോട്ടുകളിലൂടെ വിക്കറ്റിനു പിന്നിലേക്ക് പറത്തിയ 2 സിക്സറുകൾ കണ്ട് നമീബിയൻ താരങ്ങൾ തരിച്ചുപോയി. 22 പന്തിൽ 48 റൺസുമായി സൂര്യയും വെറും 12 പന്തിൽ 30 റൺസ് അടിച്ചുകൂട്ടി റിങ്കു സിംഗും ചേർന്ന് അവസാന ഓവറുകളിൽ നടത്തിയ സംഹാര താണ്ഡവം ഇന്ത്യയെ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 226 എന്ന ഹിമാലയൻ സ്കോഡിൽ എത്തിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നമീബിയയ്ക്ക് 227 എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ അർഷ്ദീപ് സിംഗിന്റെയും സ്വിംഗറിൽ മാലാൻ ക്രൂഗർ പുറത്ത്. 5-ാം ഓവറിൽ മുഹമ്മദ് സിറാജ് ജോൺ ബോൾട്ടിനെ പുറത്താക്കി നമീബിയയുടെ നട്ടെല്ലൊടിച്ചു. ജോൺ ഫ്രില്ലിംഗ് അല്പമെങ്കിലും പൊരുതിയെങ്കിലും വരുൺ ചക്രവർത്തിയുടെ സ്പിൻ വലയിൽ സ്റ്റംപ് ഔട്ടായി മടങ്ങി. ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും മധ്യനിരയെ തകർത്തപ്പോൾ ഒടുവിൽ അർഷ്ദീപ് സിംഗ് ജെ സ്മിത്തിനെയും പുറത്താക്കി നമീബിയൻ ഇന്നിംഗ്സിന് തിരശ്ശീലയിട്ടു. 20 ഓവറിൽ 9 വിക്കറ്റിന് 118 റൺസ് എന്ന ദയനീയ സ്കോറിൽ നമീബിയ ഒതുങ്ങിയപ്പോൾ ഈ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യ 107 റൺസിന്റെ രാജകീയ വിജയം സ്വന്തമാക്കി. അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം. സത്യം പറഞ്ഞാൽ ഈ പ്രകടനം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: ഇതേ ഫോമിലും ഇതേ വീര്യത്തിലും ടീം ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റാരും മോഹിക്കേണ്ട, ഈ T20 ലോകകപ്പ് കിരീടം ഭാരതത്തിന്റെ മണ്ണിൽ തന്നെയിരിക്കും. അത് സൂര്യകുമാറും സംഘവും ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ഈ പ്രാക്ടീസ് മാച്ച് വിജയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.